നമസ്കാരം. ഞാൻ വാണി കക്കാട്, പൂർണ്ണേന്ദു തിരുവാതിര സംഘത്തിലെ അംഗമാണ്. ഇന്ന് ഇവിടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കൽപ്പറ്റ മേക്കാട്ടില്ലത്തെ രാത്രിയെയാണ്. വയനാട്ടിലെ കൽപ്പറ്റ ഭാഗത്തെ തിരുവാതിര ആഘോഷങ്ങളെ കുറിച്ച് രാത്രി നമുക്ക് വിശദമാക്കി തരും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാധ. ഞാൻ വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഉപസഭയിലാണ്. തിരുവാതിരയെക്കുറിച്ച് എനിക്കറിയാവുന്നതായ ചെറിയ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഹൈന്ദവരുടെ പ്രശസ്തമായ ആഘോഷമാണ് തിരുവാതിര. ഈ ദിവസം ഉത്തമനായ ഭർത്താവിനായി ഉത്തമയായ ഭാര്യ തിരുവാതിര വ്രതം ആചരിക്കണം. കന്യകമാർ ഉത്തമനായ ഭർത്താവിനെ ലഭിക്കാൻ ഈ വ്രതം ആചരിക്കണം. ആരോഗ്യത്തോടെ സത്സന്താനങ്ങളുമായി ദീർഘസുമംഗലിയായിരിക്കാൻ എല്ലാ സ്ത്രീകളും ഈ വ്രതം അനുഷ്ഠിക്കണം. ധനുമാസത്തിലെ രോഹിണി വ്രതം തനിക്കും മകൈര്യം വ്രതം മക്കൾക്കും തിരുവാതിര വ്രതം ഭർത്താവിനും വേണ്ടിയുള്ള വ്രതമാണ്. കുടുംബത്തിലെ സ്ത്രീകൾ സന്തോഷവതിയായാൽ അതിൻ്റെ അലയലികൾ എല്ലാവരിലും ഉണ്ടാകുന്നു. അത് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും അഭിവൃദ്ധിക്കും കാരണമാകുന്നു. ഇന്നത്തെ ശിഥിലമായ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഇത്തരത്തിലുള്ള വ്രതങ്ങൾ അതിൻ്റേതായ പ്രാധാന്യത്തോടെ അനുഷ്ഠിക്കുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുമുണ്ട്. സ്ത്രീകളുടെ ഉത്സവമായ തിരുവാതിര ധനുമാസത്തിലാണ് ആഘോഷിക്കുന്നത്. ശിവന്റെ പിറന്നാളാണെന്നാണ് ഐതിഹ്യമായി പറയുന്നത്. തിരുവാതിരയ്ക്ക് 7 ദിവസം മുൻപ് രേവതി നാൾ മുതൽ കുളിക്കാൻ തുടങ്ങും. രേവതി നാൾ മുതൽ അതിരാവിലെ എഴുന്നേറ്റ് അയൽപക്കക്കാരും വീട്ടുകാരും എല്ലാവരും ഘോഷത്തോടെ വിളക്കും താലവും അഷ്ടമംഗല്യവും എല്ലാം എടുത്ത് കുളത്തിലേക്ക് പോകുന്നു. താലത്തിൽ കൺമഷി, ചാന്ത്, ചന്ദനം എന്നിവയും ഈറൻ മാറാനുള്ള വസ്ത്രവും കുളത്തിലേക്ക് കരുതുന്നു. കുളത്തിലിറങ്ങിയാൽ ആദ്യം ഗംഗാദേവിയെ ഉണർത്തുന്ന പാട്ടാണ് ചൊല്ലുന്നത്. ഉണരൂണരൂ ഗംഗാദേവി എന്ന് തുടങ്ങുന്ന പാട്ടുപാടി വെള്ളത്തിലിറങ്ങുന്നു. പിന്നെ പാട്ടുപാടി തുടിക്കും. പാട്ടുപാടി തുടിക്കുമ്പോൾ ഒരുപാട് പാട്ടുകളുണ്ട്. പല പാട്ടുകളും പാടും. അതിൽ 1-2 ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. വെള്ളത്താമര പൂവിൽ മേവുന്ന പുള്ളിമാൻമിഴിയാളെ നീ. അതേപോലെ ഉണ്ണി ഗണപതി തമ്പുരാനെ. അതേപോലെ തന്നെ ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളാണ്. ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പാട്ടുകളെല്ലാം പാടി തുടിക്കലും തൈര് കലക്കലും എല്ലാം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറി ഈറൻ മാറി കൺമഷിയിട്ട് ചന്ദനവും ചാന്തും തൊട്ട് കറുകമാല ചൂടി ഗണപതിയും സരസ്വതിയും കളിക്കുന്നു. മകീര്യം നാളിൽ എട്ടങ്ങാടി തയ്യാറാക്കി നിവേദിക്കുന്നു. നേന്ത്രക്കായ, ചേമ്പ്, കൂർക്ക, കാച്ചിൽ, ചെറുകിഴങ്ങ്, ചേന, വൻപയർ, ചെറുപരിപ്പ്, മുതിര, എള്ള്, കരിക്ക്, നേന്ത്രപ്പഴം, ശർക്കര, നെയ്യ് എന്നിവ ചേർത്താണ് എട്ടങ്ങാടി തയ്യാറാക്കുന്നത്. തിരുവാതിര തുടങ്ങുമ്പോൾ അഷ്ടമംഗല്യം എടുത്തു വയ്ക്കും. ഒരു നാക്കിലയിൽ ഓരോരുത്തർക്കും വേണ്ട വെറ്റില എണ്ണി തിട്ടപ്പെടുത്തി എടുത്തു വയ്ക്കുന്നു. മഞ്ഞൾ തേച്ച നൂല്, ദശപുഷ്പം, ഉണക്കലരി, മഞ്ഞപ്പൊടി, അതേപോലെ ഇളനീര്, പഴം എന്നിവയും എടുത്തു വയ്ക്കുന്നു. ഒരു അമ്മിക്കുഴയും എടുത്തു വയ്ക്കും.
തിരുവാതിര സമയത്താണ് കൂവ വെരകുന്നത്. അതേപോലെ തന്നെ ഒരു കിണ്ടിയിൽ അരി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു വെറുംപൊതി, ഇതെല്ലാം ചെറിയ ഇലക്കഷ്ണങ്ങൾ വാട്ടി അതിൽ പൊതിഞ്ഞ് ഒരു കിണ്ടിയിലാക്കി കിണ്ടിയുടെ വായ്പൊതി കെട്ടി വയ്ക്കുന്നു. വ്രതം തുടങ്ങുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് മൂന്നും കൂട്ടി മഞ്ഞൾക്കുറി തൊടുന്നു, ദശപുഷ്പവും ചൂടുന്നു. വ്രതസമയത്ത് പുഴുക്ക്, റവ ഉപ്പുമാവ്, റവ ചോറ്, പഴങ്ങൾ എന്നിവയാണ് കഴിക്കുന്നത്. പാതിരാപ്പൂ ചൂടാൻ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് പൂവ് ചൂടുന്നത്. അപ്പോൾ മംഗല ആതിര വളരെ ഭക്തിയോടെ ചൊല്ലുന്നു. പാതിരാപ്പൂ പറിക്കാൻ പോകുമ്പോൾ സ്ത്രീകൾ ആർപ്പുവിളിയും കുരവയുമായി പോകുന്നു. സൈലന്റായി അകത്തളങ്ങളിൽ ഒതുങ്ങിയിരുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസം കൂടിയാണ് തിരുവാതിര. നമ്മുടെ കുടുംബത്തിലെ സൗഹാർദ്ദവും പരസ്പര സ്നേഹവും ഊട്ടിയുറപ്പിക്കുന്ന ദിവസം കൂടിയാണ് തിരുവാതിര. പാതിരാപ്പൂ ചൂടിക്കഴിഞ്ഞ് പിന്നെ തിരുവാതിരക്കളിയും ഊഞ്ഞാലാട്ടവും പാട്ടും എല്ലാം കൊണ്ടും വളരെ സന്തോഷമായി ഉറക്കമൊഴിക്കുന്നു. വെളുപ്പിന് കുളി കഴിഞ്ഞ് തിരുവാതിര അവസാനിപ്പിക്കുമ്പോൾ അരി കുറിച്ച് മഞ്ഞ തേച്ച നൂല് കഴുത്തിൽ കെട്ടി മഞ്ഞക്കുറി തൊട്ട് എല്ലാവരും ഒന്നിച്ച് മൂന്നും കൂട്ടി വ്രതം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.